ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോ പാമ്പുകടി ഏറ്റാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയുടെ സ്റ്റെപ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ വെച്ച് ഒരു യുവതിക്ക് പാമ്പുകടി ഏൽക്കുകയും മണിക്കൂറുകൾക്കകം മരണപ്പെടുകയും ചെയ്ത വാർത്ത നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കാലവർഷം ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെ ശല്യം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പാമ്പുകടി ഏറ്റാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡിന്റെ സ്റ്റെപ്സ്. മുതിർന്നവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും വീട്ടിലുള്ള കുട്ടികൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇത്തരമൊരു സാഹചര്യം എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും പേടി തോന്നാതെയും മടിച്ചു നിൽക്കാതെയും ഇതിലെ സ്റ്റെപ്സ് കറക്റ്റായി ഫോളോ ചെയ്ത് നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മിക്കവാറും ഇത്തരം സാഹചര്യങ്ങളിൽ മരണം സംഭവിക്കുന്നത് കൂടെയുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയാതിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ടോ ആണ്. ഫസ്റ്റ് എയ്ഡിലെ ഓരോ സ്റ്റെപ്സും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷത്തിന്റെ വ്യാപനം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ സ്റ്റെപ്സും കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ കാര്യം പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും പാമ്പെന്ന് കേൾക്കുന്നത് തന്നെ പേടിയുള്ളവരായിരിക്കും. അപ്പൊ പാമ്പ് കടിക്കുമ്പോൾ എങ്ങനെ പേടിക്കാതിരിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഓർക്കുക, പേടിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ആദ്യത്തെ കാര്യം. പേടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂടുകയും നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷം വളരെ പെട്ടെന്ന് തലച്ചോറിലും ഹൃദയത്തിലും എത്തുകയും മരണം പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. കടിച്ചിരിക്കുന്ന പാമ്പ് വിഷമുള്ളതാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ വിഷമില്ലാത്ത പാമ്പാകാം കടിച്ചിരിക്കുന്നത്. അഥവാ വിഷമുള്ളതാണെങ്കിൽ തന്നെയും ഇര പിടിച്ചതിന് ശേഷമാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷം പ്രവേശിച്ചിരിക്കണമെന്ന് നിർബന്ധവുമില്ല. അതുകൊണ്ട് ആദ്യത്തെ കാര്യം പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഓടാതിരിക്കുക എന്നുള്ളതാണ്. ഓടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂടുകയും ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷം വളരെ പെട്ടെന്ന് തലച്ചോറിലും ഹൃദയത്തിലും എത്തുകയും അബോധാവസ്ഥയും മരണവും പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യുന്നു. കടിയേറ്റതിന് ശേഷം ആ സ്ഥലത്ത് നിന്നും കുറച്ചും കൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് സാവധാനം മാറിയിരിക്കുക. ഇത് പ്രകോപിതനായ പാമ്പിൽ നിന്നും വീണ്ടും കടിയേൽക്കാതിരിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് കടിയേറ്റ ഭാഗം നമുക്കൊരു വടിയോ അല്ലെങ്കിൽ മരക്കഷ്ണമോ ഉപയോഗിച്ചിട്ട് ഒരു വിരൽ കടന്നു പോകാൻ പാകത്തിന് ഗ്യാപ്പ് ഇട്ട ശേഷം കെട്ടുക. ഓർക്കുക, ഒരിക്കലും ടൈറ്റായി കെട്ടാൻ പാടില്ല. നാലാമത്തെ കാര്യം രോഗിയെ എത്രയും പെട്ടെന്ന് ആന്റി സ്നേക്ക് വീനം ലഭ്യമാകുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും രോഗിയെ നടത്തിക്കൊണ്ടു പോകാൻ പാടില്ല. സ്ട്രക്ചർ അവൈലബിൾ ആണെങ്കിൽ അതിൽ കിടത്തി കൊണ്ടുപോകാനുള്ള വാഹനത്തിലേക്ക് മാറ്റുക. വാഹനത്തിലേക്ക് മാറ്റിയതിനു ശേഷം അവരെ മലർത്തിക്കിടത്തി തല ഒരു സൈഡിലേക്ക് ചരിച്ചു വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വിഷത്തിന്റെ പ്രവർത്തനം മൂലം ചിലപ്പോൾ നമ്മുടെ മസിൽസ് വീക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആമാശയത്തിലെ മസിൽസ് വീക്ക് ആയാൽ അതിൽ കിടക്കുന്ന വെള്ളവും ആഹാര സാധനങ്ങളും ശ്വാസകോശത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമ്മുടെ നാക്കിലെ മസിൽസ് വീക്ക് ആകുമ്പോൾ നാവ് പുറകോട്ട് വീണ് ശ്വാസനാളി അടഞ്ഞ് മരണം സംഭവിക്കാനുള്ള സാധ്യതയും തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 വീലറേ ഉള്ളൂ എങ്കിൽ 2 പേരുടെ നടുക്കായിട്ട് പാമ്പുകടിയേറ്റ ആളെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാവുന്നതാണ്. മുറിവിൽ അറിയില്ലാത്ത മരുന്നോ മറ്റോ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഐസും വെക്കാൻ പാടില്ല. മുറിവ് ബ്ലേഡ് മറ്റും ഉപയോഗിച്ച് കീറി കൂടുതൽ രക്തം പുറത്തേക്ക് വാർന്നു കളഞ്ഞ വിഷം പുറത്തിട്ടെടുക്കാനുള്ള ഒരു ശ്രമം പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷം നമ്മുടെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രീതിയിലുള്ളതാണെങ്കിൽ മുറിവിലൂടെ കൂടുതൽ രക്തം പോവുകയും രോഗി കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. വാ കൊണ്ട് രക്തം വലിച്ചു കളയുന്ന രീതി കാണുന്നുണ്ട്. ഇത് രണ്ടും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് പാമ്പുകളുടെ ശല്യം കൂടുതലായി കണ്ടുവരുന്നത്? മഴക്കാലം ശക്തമായി തുടരുമ്പോൾ പാമ്പുകളുടെ വാസസ്ഥലമായ മാളങ്ങൾ വെള്ളം കൊണ്ട് നിറയുകയും അവ കുറച്ചുകൂടി സുരക്ഷിതവും ഈർപ്പരഹിതമായ സ്ഥലം അന്വേഷിച്ച് നമ്മുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇവയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. വീട് പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ കാര്യം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ കൂട്ടിയിടാതിരിക്കുക. സ്റ്റോർ റൂമോ മറ്റോ ഉണ്ടെങ്കിൽ യഥാസമയം അവ ക്ലീൻ ചെയ്യുക. മഴക്കോട്ടുകളും മറ്റും പൂട്ടിയിടാതെ തൂക്കിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെൽമറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ ഹെൽമറ്റിന്റെ അകമെല്ലാം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഷൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഷൂസിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയതിനു ശേഷം ഉപയോഗിക്കുക. രാത്രി സമയങ്ങൾ കഴിവതും പുറത്ത് ഇറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കുക.